താടി വളർത്തലും നിഖാബും പള്ളിയിലെ എത്തിക്കാഫും തീവ്രവാദ ലക്ഷണങ്ങളായി കണക്കാക്കി ഗുജറാത്ത് പോലീസിന്റെ പുതിയ ആന്റി റാഡിക്കലൈസേഷൻ സെൽ മുസ്ലിം സമുദായത്തിന്റെ മതപരമായ ആചാരങ്ങളെയും വ്യക്തിഗത ജീവിതശൈലിയെയും തീവ്രവാദ ലക്ഷണമായി സ്ഥിരീകരിക്കുന്ന ഗുരുതര പരാമർശങ്ങളാണ് ഈ ഓപ്പറേഷണൽ SOPയിൽ ഉള്ളത്. മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുള്ള വ്യക്തമായ വർഗീയ വേർതിരിവാണ് ഈ ഓപ്പറേഷണൽ SOPയിൽ ഉള്ളതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. പോലീസിന്റെ സ്റ്റേറ്റ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കീഴിലാണ് പുതുതായി ആന്റി റാഡിക്കലൈസേഷൻ സെൽ രൂപീകരിച്ചിരിക്കുന്നത്. ജൂൺ 1 തീയതി പുറത്തിറക്കിയ ഔദ്യോഗിക രേഖയിലാണ് മുസ്ലിം സമുദായത്തെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന പരാമർശങ്ങളുള്ളത്. തീവ്രവാദ സ്വഭാവമുള്ള വ്യക്തികളെ നേരത്തെ തിരിച്ചറിയുന്നതിനുള്ള രണ്ടാം ഘട്ടത്തിലാണ് വിചിത്രമായ മാർഗനിർദ്ദേശങ്ങൾ. താടി വളർത്തുക, നിഖാബ് ധരിക്കുക, പള്ളിയിൽ ഇത്തിക്കാഫ് ധരിക്കുക എന്നിവയൊക്കെ തീവ്രവാദത്തിന്റെ ലക്ഷണങ്ങളായി ഈ ഔദ്യോഗിക രേഖയിൽ കണക്കാക്കുന്നു. കൂടാതെ ദൈനംദിന സംസാരത്തിൽ സാധാരണ അറബിക് വാക്കുകൾ ഉപയോഗിക്കുന്നതും ഇസ്ലാമിക കടമയെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസമോ തൊഴിലോ പെട്ടെന്ന് ഉപേക്ഷിക്കുന്നതും തീവ്രവാദത്തിലേക്കുള്ള ആകർഷണത്തിന്റെ ലക്ഷണങ്ങളായി രേഖയിൽ പറയുന്നു. ജയിൽ മോചിതരായ ശേഷം മതനേതാക്കളെ സന്ദർശിക്കുക, അറബിക് കോളേജുകളോ മദ്രസകളോ സന്ദർശിക്കുക എന്നിവയും നിരീക്ഷണ പട്ടികയിലുണ്ട്. തീവ്രവാദ ചിന്തകളുടെ വ്യാപനം തടയാൻ സലഫി, വഹാബി സ്വാധീനമുള്ളവരെയും തീവ്രവാദ പ്രബോധകരെയും കടുത്ത നിരീക്ഷണത്തിന് വിധേയമാക്കണമെന്ന് രേഖ പറയുന്നു. മദ്രസകളിൽ പഠിപ്പിക്കുന്ന മൗലവിമാരുടെ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കാനും പ്രത്യേക ഡയറക്ടറി തയ്യാറാക്കാനും സെല്ലിന് നിർദ്ദേശമുണ്ട്. ഡിജിറ്റൽ ഇടങ്ങളിലും സെൽ നിരീക്ഷണം ഏർപ്പെടുത്തും. സിഗ്നൽ, VPN, എലമെന്റ് തുടങ്ങിയ എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷനുകളുടെ ഉപയോഗവും ഗൾഫ് രാജ്യങ്ങൾ, പാകിസ്ഥാൻ അധീന കശ്മീർ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലുള്ളവരുമായി ഇത്തരം ആപ്പുകൾ വഴി ബന്ധപ്പെടുന്നതും ട്രാക്ക് ചെയ്യും. കൃത്യമായ വരുമാന സ്രോതസ്സില്ലാതെയുള്ള ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും വലിയ തുകകൾ പിൻവലിക്കുന്നതും പരിശോധിക്കാനും SOPയിൽ നിർദ്ദേശമുണ്ട്. PSI MV മോദുവാടിക്കായിരിക്കും സെല്ലിന്റെ ചുമതല. SOPക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. SOP അത്യന്തം ആശങ്കാജനകമെന്നും മുസ്ലിം ആചാരങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണെന്നും തമിഴ്നാട് മുൻ മന്ത്രി മനോ തങ്കരാജ് പറഞ്ഞു. പോലീസ് നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും സമൂഹത്തിൽ മതപരമായ വിഭജനമുണ്ടാകുമെന്നും അദ്ദേഹം ആരോപിച്ചു. മീഡിയ 1, ഡൽഹി.